Hello dear students, welcome to IIT-JAM 2023 Physics Question Paper Discussion. This is the 12th lecture of this series. നമ്മൾ കഴിഞ്ഞ കുറേ ലെക്ചേഴ്സ് ആയിട്ട് IIT-JAM 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തു വരുമായിരുന്നു. ഓരോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക്കാണ്. ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിൽ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബയസിങ്ങിൻ്റെ ക്വസ്റ്റ്യനാണ്. ട്രാൻസിസ്റ്ററിൻ്റെ ഇതിന് നമ്മൾ പറയുക വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് എന്നാണ്. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് വന്നാൽ ട്രാൻസിസ്റ്ററിൻ്റെ എങ്ങനെ ചെയ്യും? പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള സർക്യൂട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കിർഷോഫിൻ്റെ വോൾട്ടേജ് ലോ ആണ്. KVL അല്ലേ, കിർഷോഫിൻ്റെ വോൾട്ടേജ് ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സർക്യൂട്ടുകളൊക്കെ ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത്ര ഡിഫിക്കൽട്ട് അല്ല. സർക്യൂട്ട് കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കിർഷോഫിൻ്റെ വോൾട്ടേജ് ലോ നമ്മൾ IIT-JAM പോലുള്ളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ MCQവും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓരോ പ്രോബ്ലം ഒരു അസറ്റാണ് നമ്മുടെ. അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കുക. മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ പേപ്പറിലും നമ്മൾ 7 പേപ്പറുകളാണ് IIT-JAM ഫിസിക്സിലുള്ളത്. 7 മൊഡ്യൂൾസിലും നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും, അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്യുക, അതെല്ലാം ചെയ്തു നോക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ IIT-JAM-ൻ്റെ കോച്ചിങ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഫൈനൽ ഇയർ BSc ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സായിരിക്കും. അപ്പോൾ അവർക്ക് ഓൺലൈൻ കോഴ്സുകൾ, ഓൾറെഡി കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നല്ലത്. ഓക്കെ, അപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആയാലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ the circuit shown here, assuming the current gain beta is equal to 100, VB is equal to 0.7 volt, what will be the collector voltage VC in volts? Collector voltage VC ആണ് നമുക്ക് കാൽക്കുലേറ്റ്. What is VC? Given that VC is equal to 15 volt, R1 is equal to 100 kilo ohm, R2 is equal to 50 kilo ohm, RC is equal to 4.7 kilo ohm, R is equal to 3.3 kilo ohm. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, IIT-JAM-ൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം IIT-JAM-ൻ്റെ കട്ട് ഓഫ് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ ഈ എക്സാമിൻ്റെ 2023 എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് 16 ആയിരുന്നു. അപ്പോൾ 16 മാർക്കിലേക്ക് 2 മാർക്ക് എന്നുള്ളത്, അങ്ങനെ 8 2 മാർക്കുകൾ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ഓഫ് എത്തി. ഓക്കെ, അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് VC എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ആണ് അല്ലേ. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 വോൾട്ട് അല്ലേ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വോൾട്ടേജ് ആണത് VC എന്ന് പറഞ്ഞാൽ. ഗ്രൗണ്ടിനും VC കളക്ടറിൻ്റെ ടെർമിനൽ അല്ലേ, VCക്കും ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണ്. ഇവിടം വരെ എത്തിയ എത്ര വോൾട്ടേജ്? ഇവിടം വരെ ഞാൻ ഉദ്ദേശിക്കുന്നത് VCC ആണ് അല്ലേ. VCC ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 വോൾട്ട് ആണ് അല്ലേ. VCC 15 വോൾട്ട് ആണ്. ഇവിടുത്തെ വോൾട്ടേജ് VC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് എത്ര? ഇവിടെ വരുന്ന വോൾട്ടേജ് എത്രയാണ്? അത് ഈ റെസിസ്റ്ററിലെ വോൾട്ടേജ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് VCC എങ്ങനെ എഴുതാം നോക്കൂ. ഇങ്ങനെ ഈ ലൂപ്പിൽ ഇതിൽ നിങ്ങൾ വരുമ്പോൾ VCC ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളതിനെ നമ്മൾ VC എന്നാണ് വിളിക്കുക. ഇവിടം തൊട്ട് ഈ ഗ്രൗണ്ട് തൊട്ട് ഇവിടം വരെയുള്ള വോൾട്ടേജ് നമ്മൾ എന്ത് വിളിക്കുക? VC എന്നാണ് വിളിക്കുക. അപ്പോൾ VCCയിൽ എത്തുമ്പോൾ VC കഴിഞ്ഞാൽ പിന്നെ ഈ റെസിസ്റ്ററിലെ വോൾട്ടേജ് ഉള്ളൂ. റെസിസ്റ്ററിലെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ കറണ്ട് ഏതാ? ഇവിടുത്തെ കറണ്ട് IC ആണ്. ഇതിലൊഴുകുന്ന കറണ്ട് IC ആണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? ICRC ആണ്. ICRC ആണ് ഈ റെസിസ്റ്ററിലെ വോൾട്ടേജ്. ICRCയും പിന്നെ VC ആഡ് ചെയ്താൽ എന്ത് കിട്ടി? VCC കിട്ടി. അപ്പോൾ VCCനെ നമ്മൾ എങ്ങനെ എഴുതാം? ICRC പ്ലസ് VC എന്ന് എഴുതാം. VC എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മൊത്തം വോൾട്ടേജ് അല്ലേ, ഇവിടം വരെയുള്ള വോൾട്ടേജ് അല്ലേ. അതിൻ്റെ കൂടെ ICRCയും കൂടി കൂടുമ്പോൾ എന്തായി? VCC ആയി. സോ വാട്ട് ഈസ് VC ഫ്രം ദിസ് ഇക്വേഷൻ? VC എങ്ങനെ എഴുതാം നമുക്ക്? VCC മൈനസ്, നോക്കൂ ഈ ഇക്വേഷൻ തന്നെ ഞാൻ എഴുതുന്നത്. VC നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? VCC മൈനസ് ICRC. അപ്പോൾ ഇവിടെ നമുക്ക് VCC അറിയാം 15 വോൾട്ട് ആണ്. IC അറിയില്ല. IC കണ്ടുപിടിച്ചാൽ RC നമ്മുടെ കയ്യിലുണ്ട്. RC എത്രയാണ്? RC കളക്ടറിലെ വോൾട്ടേജ് കളക്ടറിലെ റെസിസ്റ്റൻസ് 4.7 കിലോ.
നമ്മളിങ്ങനത്തെ ഇവിടെ ട്രാൻസിസ്റ്ററിലൊക്കെ ഇലക്ട്രോണിക്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ റെസിസ്റ്റൻസുകളെല്ലാം കിലോമിൽ തന്നെയാണ് ഡീൽ ചെയ്യുക. റെസിസ്റ്റൻസുകളെല്ലാം കിലോമിലാണ് ഡീൽ ചെയ്യുക. കറണ്ട് കിട്ടുമ്പോൾ നമുക്ക് മില്ലി ആംപിയറിലാണ് കിട്ടുക. അപ്പോൾ റെസിസ്റ്റൻസ് കിലോമിൽ ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ് കറണ്ട് മില്ലി ആംപിയറിൽ വരുന്നത്. വോൾട്ടേജുകൾ കറക്റ്റ് വോൾട്ടേജിൽ തന്നെ കിട്ടും. മില്ലി വോൾട്ടോ മൈക്രോ വോൾട്ടോ ഒന്നും അല്ല, വോൾട്ടിൽ തന്നെ കിട്ടും, SI യൂണിറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ റെസിസ്റ്റൻസുകളെ കിലോ എന്ന് നമ്മൾ ഓമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട. കറണ്ടുകളെ മില്ലി ആംപിയറിന് ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട. അതങ്ങനെ തന്നെ പൊക്കോട്ടെ. ഓക്കെ, കിലോ ഓമിലല്ലേന്ന് ശ്രദ്ധിച്ചാൽ മതി. കിലോ ഓമിലല്ലെങ്കിൽ കിലോ ഓമിലേക്ക് മാറ്റണം. സോ 15 മൈനസ് IC ൻ്റെ പോകും. അപ്പോൾ ഈ IC കണ്ടുപിടിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ. VC കണ്ടുപിടിക്കാം. IC കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? 15 വോൾട്ട് അല്ലേ. 15 വോൾട്ടാണ് അവിടുത്തെ വോൾട്ടേജ്. ആ വോൾട്ടേജ് നോക്കൂ, ഇതാ ഈ റെസിസ്റ്ററിനും ഈ റെസിസ്റ്ററിനും, പിന്നെ ഇങ്ങനെ വന്ന് ഗ്രൗണ്ടിൽ അവസാനിക്കുന്നു അല്ലേ. നമ്മൾ കിർഷോഫിൻ്റെ റൂൾ എടുക്കുമ്പോൾ ക്ലോസ്ഡ് ലൂപ്പുകൾ എടുക്കും. ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടോ, ഇതെങ്ങനെയാണ് ക്ലോസ്ഡ് ലൂപ്പ് ആകുന്നത്? ഒരു വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്തു, ഇതൊരു പോസിറ്റീവ് വോൾട്ടേജ് അല്ലേ. 15 വോൾട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 റെസിസ്റ്ററിൽ കൂടെ കടന്ന് ഗ്രൗണ്ട് എത്തുക. ഓക്കെ, ഒരു സപ്ലൈ വോൾട്ടേജ് അങ്ങനെ 2 റെസിസ്റ്ററിൽ കൂടെ കടന്ന്, 2 റെസിസ്റ്റർ എന്നുള്ളതല്ല, ഒരു സർക്യൂട്ടിൽ കൂടെ കടന്ന് ഗ്രൗണ്ട് എത്തുന്നത് കംപ്ലീറ്റ് സർക്യൂട്ട്, അതിൽ കൂടെ കറണ്ട് ഒഴുകുക. ക്ലോസ്ഡ് സർക്യൂട്ടിൽ കൂടെയാണ് കറണ്ട് ഒഴുകുക. ഓക്കെ, അപ്പോൾ ഈ VCCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒഴുകി ഗ്രൗണ്ടിൽ എത്തുന്ന ക്ലോസ് സർക്യൂട്ടാണ്. മനസ്സിലായി? അതേപോലെ നോക്കൂ, ഈ റൈറ്റ് സൈഡിൽ വരുന്നത് ഇതൊരു ക്ലോസ് സർക്യൂട്ടാണ്. ട്രാൻസിസ്റ്റർ കൂടെ കടന്നു പോയി ഗ്രൗണ്ടിലകത്ത്, അതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. ക്ലോസ്ഡ്. അപ്പോൾ നമുക്ക് കിർഷോഫിൻ്റെ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അവിടെ കിർഷോഫിൻ്റെ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്ന കാര്യം മാത്രമല്ല, നോക്കൂ, ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ വോൾട്ടേജ് എത്ര, VB എത്രയാണ്? വാട്ട് ഈസ് VB? ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. കാരണം ഇവിടെ ഗ്രൗണ്ടാണ് അല്ലേ. ഗ്രൗണ്ടിനും ഈ പോയിന്റിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ്. ഇതൊരു വോൾട്ടേജ് ഡിവൈഡ് നെറ്റ്വർക്കാണ്. അപ്പോൾ ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നും വേണ്ട, ഇവിടെ നോക്കൂ, ഈ 15 വോൾട്ട് അല്ലേ, ഇത് രണ്ടും സീരീസ് അല്ലേ, സീരീസിലല്ലേ ഗ്രൗണ്ടിൽ അല്ലേ, ഒറ്റ കറണ്ട് അല്ലേ ഇതിലെ. മനസ്സിലായോ? ഇതൊരു സീരീസ് സർക്യൂട്ടായിട്ട് നിങ്ങൾക്ക് വിചാരിക്കാം. സീരീസ് സർക്യൂട്ടാണ്. നോക്കൂ, ഇവിടെ വരുമ്പോൾ ഒരു ഈ ബേസ് കറണ്ട് എന്നുള്ളത് ഈ ഇതിന് വെച്ച് നോക്കുമ്പോൾ ഇതിലൊഴുകുന്ന കറണ്ടിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതായിരിക്കും ബേസ് കറണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതൊരു ക്ലോസ്, എനിവേ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണല്ലോ. ക്ലോസ്ഡ് ലൂപ്പ് അല്ലേ, ഈ ബ്രാഞ്ച് പോകുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, നമുക്കൊരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് എടുക്കാം. അത് ക്ലോസ്ഡ് ലൂപ്പായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എത്രയായിരിക്കും? ഇവിടുത്തെ വോൾട്ടേജ്, ഞാൻ ബേസ് കറണ്ട് നെഗ്ലക്റ്റ് ചെയ്യാണ് കേട്ടോ. ബേസ് കറണ്ട് വളരെ ചെറുതായിരിക്കും. ഇങ്ങനെയുള്ള പർപ്പസിൽ നമുക്ക് ബേസ് കറണ്ട്, നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ ട്രാൻസിസ്റ്ററിലെ ഇക്വേഷൻ എന്താ? ട്രാൻസിസ്റ്റർ ഇക്വേഷൻ എന്താ? I ഈസ് ഈക്വൽ ടു അല്ലേ, നമ്മൾ കോംപ്ലിമെൻ്ററി കോൺഫിഗറേഷനിൽ പറയില്ലേ, സോറി, ബേസിക് ആയിട്ട് ട്രാൻസിസ്റ്ററിൽ നമ്മൾ പറയണേ I ഈസ് ഈക്വൽ ടു എന്താ? IB പ്ലസ് IC അല്ലേ. ഇത് മില്ലി ആംപിയറിലാണ്, ഇതും മില്ലി ആംപിയറിലാണ്. പക്ഷേ ബേസ് കറണ്ട് മൈക്രോ ആംപിയറിലാണ്. മൈക്രോ ആംപിയർ എന്ന് പറയുമ്പോൾ ഈ മില്ലി ആംപിയറിനെ വെച്ച് നോക്കുമ്പോൾ ഒരു 1000 ടൈംസ് ചെറുതാണ്. അപ്പോൾ ഇത് രണ്ടും ഏതാണ്ട് വളരെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, എന്താണെന്ന് വെച്ചാൽ, നമ്മൾ IBനെ ചെറുതാണെന്ന് അസ്യൂം ചെയ്തിട്ട് I ഈസ് നിയർലി ഈക്വൽ ടു IC എന്ന് എടുക്കുകയാണ്. I ഈസ് നിയർലി ഈക്വൽ ടു IC എന്ന് എടുക്കുകയാണ്. മനസ്സിലായി? കാരണം ബേസ് കറണ്ട് വളരെ ചെറുതാണെന്ന് നമുക്ക് ഇങ്ങനെയുള്ള പർപ്പസുകളിൽ അസ്യൂം ചെയ്യാൻ പറ്റും, ബേസ് കറണ്ട്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഈ ബീറ്റ എന്ന് പറയുന്നത് എന്താ? കറണ്ട് ഗെയിൻ അല്ലേ. കറണ്ട് ബീറ്റയുടെ ഇക്വേഷൻ എന്താ? സിംപ്ലി ഇപ്പോൾ DC കറണ്ട് ഗെയിൻ ആണെങ്കിൽ നമ്മൾ IC/IB എന്നല്ല എഴുതാം. അപ്പോൾ IB എത്രയാണ്? IB ഈസ് IC ഡിവൈഡ് ബൈ 100. ഓക്കെ, അപ്പോൾ ICനേക്കാളും 100 ടൈംസ് ചെറുതാണ് IB. അതാണ് നമ്മൾ IB നെഗ്ലക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇതിലൊഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ മൊത്തം, മനസ്സിലായോ? ഇതിലൊഴുകുന്ന
കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. ആ കറണ്ട് R1 കൂടെ R2 കൂടി ഒഴുകുന്നുണ്ട്. R1 R2 അവിടെ സീരീസിലാണ് വരിക, സീരീസിലാണ്. അപ്പോൾ നമുക്കവിടെ അതിലൊഴുകുന്ന കറണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ VCC ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്, R1 + R2 ആണ്. ഇനി നമുക്ക് വേണ്ടത് VB എന്ന് പറഞ്ഞാൽ ആ ബേസ് പോയിന്റിലെ വോൾട്ടേജ്, അത് VR2 ആണ്. VR2 എന്ന് പറഞ്ഞാൽ R2ന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. അപ്പോൾ R2ന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് R2 കൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, ഓംസ് ലോ അല്ലെ. വോൾട്ടേജ് എന്ന് പറയുമ്പോൾ കറണ്ട് ഇൻ റെസിസ്റ്റൻസ്. കറണ്ട് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, VCC ഡിവൈഡ് ബൈ R1 + R2 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, VCC ഡിവൈഡ് ബൈ R1 + R2 ഇൻറ്റു എന്ത് ചെയ്യണം നമ്മൾ, ഇതാണ് കറണ്ടിൻ്റെ വാല്യൂ, ഇനി R2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെയാണ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിൽ നമ്മൾ വോൾട്ടേജ്, ആ പോയിന്റിലെ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുക. VCC ഡിവൈഡ് ബൈ R1 + R2 ഇൻറ്റു R2, VCC ഡിവൈഡ് ബൈ R1 + R2 ഇൻറ്റു R2, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 15 ഇൻറ്റു R2 എത്രയാണ്, R2ൻ്റെ വാല്യൂ ഇതുകൂടി ഉണ്ട് 50, R2 50 ഓമും R1 50 ഓം അല്ല 50 കിലോ ഓമും, R1 എന്നുള്ളത് 100 കിലോ ഓം. അപ്പോൾ 50 കിലോ ഓം ഡിവൈഡ് ബൈ ഇത് 100 + 50. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 15 ഇൻറ്റു 50 ഡിവൈഡ് ബൈ 150 ആണ്. 150 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും, 3യും 15 കട്ട് ചെയ്യുമ്പോൾ 5 വരും. 5 വോൾട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന വോൾട്ടേജ് 5 വോൾട്ടാണെന്ന് നമുക്ക് മനസ്സിലായി പോയിന്റിൽ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു 5 വോൾട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. 5 വോൾട്ട് ഗ്രൗണ്ടിനും ഈ പോയിൻ്റ് ഇടയ്ക്ക് ഒരു 5 വോൾട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൂപ്പിൽ ഇനിയും, അപ്പോൾ നമുക്കത് കിട്ടി. ഈ ലൂപ്പിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലോസ്ഡ് ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, കിർഷോഫിൻ്റെ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണം. ഞാനതൊന്ന് മാറ്റി വരച്ചിട്ട് കിർഷോഫിൻ്റെ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാം. നോക്കൂ, അപ്പോൾ ഇവിടുത്തെ B എന്നുള്ള പോയിന്റിൽ വരുന്ന വോൾട്ടേജ് 5 വോൾട്ടാണ്. അപ്പോൾ ഞാൻ അതിന് ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്താ, ഇറ്റ്സ് ലൈക്ക് ദിസ്. ഇത് ഗ്രൗണ്ടഡ് ആണ് കേട്ടോ, ഇത് ഗ്രൗണ്ടഡ് ആണ്, മനസ്സിലായി. ഞാനൊരു 5 വോൾട്ട് ബാറ്ററി പോലെ അത് വരച്ചതാണ് അല്ലേ. ഇനി ഇവിടെ വരുന്നത്, ഇവിടെ എന്താണ് വരുന്നത്, അതെ, എന്താ, ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ റീജിയൻ വരുന്നുണ്ട്. അവിടുത്തെ വോൾട്ടേജ് നമുക്കറിയാം. ബേസ് എമിറ്റർ റീജിയൻ വരുന്നുണ്ട്. പിന്നെ ഒരു R എന്നുള്ള റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ആ ലൂപ്പ് കംപ്ലീറ്റ് ആയി. ബേസ് എമിറ്റർ റീജിയൻ, ഞാനത് അങ്ങനെ തന്നെ വരയ്ക്കാം. പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് അല്ലേ, RE. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ട്. ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട് കേട്ടോ. ഈ വോൾട്ടേജ് എന്താ, എത്രയത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 0.7 വോൾട്ടാണ്. 0.7 വോൾട്ട്. VB ബേസിനും എമിറ്ററിനും ഇടയ്ക്കുള്ള വോൾട്ടേജ്, VB ബേസിനും എമിറ്ററിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് VB. അപ്പോൾ ഇവിടെ കിർഷോഫിന് ബൈ അപ്ലൈയിങ്, ഞാൻ ചുരുക്കി എഴുതാണ്, KVL കിർഷോഫ്സ് വോൾട്ടേജ് ലോ. എന്ത് കിട്ടുക, ഈ വോൾട്ടേജ് സൈൻ കൺവെൻഷൻ പ്രകാരം ഞാൻ എടുക്കുന്നത് എങ്ങനെയാണ്, ലോ ടു ഹൈ എന്നുള്ളത് നെഗറ്റീവായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഈ സെല്ല് ഇവിടെ ഇരിക്കുന്നില്ലേ, ലോ പൊട്ടൻഷ്യലാണ് ആദ്യം, നെഗറ്റീവിനെയാണ് ലോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് ലോ ആണ്, ഇത് ഹൈ ആണ്, മനസ്സിലായി. പക്ഷെ ഇവിടെ കറണ്ട് ഒഴുകുന്നത് നമുക്കറിയാം, ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുന്നത് അല്ലേ, ഇങ്ങനെയല്ലേ കറണ്ട്. ഇത് എമിറ്ററിൽ ഇങ്ങനെയല്ലേ ആരോ ഇട്ടിട്ടുള്ളത്, ശ്രദ്ധിച്ചറിയാം, ഇങ്ങനെയാണ് കറണ്ട്. അപ്പോൾ ഇവിടെ നമുക്കത് പോസിറ്റീവ് വോൾട്ടേജ് ആയിട്ട് എടുക്കാം. കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ, കറണ്ട് എവിടുന്ന് എവിടേക്ക് ഒഴുകുക, ഹൈന്ന് ലോ ആണ്. കറണ്ട് ഒഴുകുന്നത് ഹൈ ടു ലോ ആണ്. ഹൈ ടു ലോ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ലോ ടു ഹൈ, ആദ്യം ലോ ആണ് കാണുന്നത്. ലോ ടു ഹൈ കറണ്ട് ഒഴുകുമ്പോൾ, അല്ലെങ്കിൽ ലോ ടു ഹൈ വോൾട്ടേജ് കാണുമ്പോൾ ഞാനത് നെഗറ്റീവായിട്ട് എടുക്കുന്നത്. ഹൈ ടു ലോ ആണ് പോസിറ്റീവ്, ഹൈ ടു ലോ ആണ് ഞാൻ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ ഈ ബാറ്ററിയിലേക്ക് ഇങ്ങനെ ഒരു ലൂപ്പ് എടുക്കുമ്പോൾ ബാറ്ററിയിൽ ലോ ആണ് ആദ്യം, പിന്നെ ഹൈ ആണ്. അപ്പോൾ ഞാൻ സൈൻ കൺവെൻഷൻ പ്രകാരം അത് -5 എന്ന് എടുക്കുന്നത്, -5. പിന്നെ ഇവിടെ വരുന്ന വോൾട്ടേജ് എത്രയാണെന്ന് പറഞ്ഞാൽ 0.7 വോൾട്ട്. അത് പോസിറ്റീവായിട്ട് എടുക്കണം. ഇവിടെ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ തന്നെയാണ് ഇവിടുത്തെ വോൾട്ടേജ്. അത് I ഇൻറ്റു RE ആണ്, ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് 0.7 വോൾട്ട് പ്ലസ് IE RE ഈക്വൽ ടു 5 എന്നാണ് കിട്ടുക. അപ്പോൾ IE RE ഈസ് ഈക്വൽ ടു എമിറ്റർ കറണ്ട് ഇൻറ്റു എമിറ്റർ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 0.7. ഇത് അങ്ങോട്ട് വരുമ്പോൾ 5 മൈനസ് 0.7 എന്ന് പറഞ്ഞാൽ 4.3 ആണ്. 4.3 വോൾട്ട് എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യും, ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ IE എന്നുള്ളത് IC ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. നമുക്കിവിടെ IE ആണ് കിട്ടുക, അത് ICക്ക് വളരെ
അടുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ബേസ് കറണ്ട് വളരെ ചെറുതായതുകൊണ്ട്. അപ്പോൾ IE ഈസ് ഈക്വൽ ടു 4.3 ഡിവൈഡ് ബൈ REയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എമിറ്ററിലെ റെസിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുള്ളത്? എമിറ്റർ റെസിസ്റ്റൻസ് 3.3 ആണ് തന്നിട്ടുള്ളത്. 3.3 കിലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4.3 ഡിവൈഡ് ബൈ 3.3 അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 സെക്കൻഡ് 4.3 ഡിവൈഡ് ബൈ 3.3 1.3 ആണ് കിട്ടുക. 1.3 മില്ലി ആംപിയർ ആണ് ഇത് വരിക. അപ്പോൾ ICനെ ഞാൻ എന്ത് ചെയ്യുക? ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റഡ് ആസ് IE. അപ്പോൾ 1.3 മില്ലി ആംപിയർ ആണ് IC. പിന്നെ നമ്മുടെ പഴയ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചില്ല, ആദ്യം ഇക്വേഷൻ നമ്പർ 1 അല്ലേ? VC ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? VCC 15 വോൾട്ട് മൈനസ് ICRC എന്നല്ലേ പറഞ്ഞത്? ICRC ആ 15 വോൾട്ട് മൈനസ് IC എത്ര? 1.3. RCയുടെ വാല്യൂ കളക്ടറിലെ റെസിസ്റ്റൻസ് എത്രയാണ്? കളക്ടറിലെ റെസിസ്റ്റൻസ് നമുക്കുള്ളത് 4.7 ആണ്. 4.7 കിലോ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 4.7. അപ്പോൾ 15 മൈനസ് ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6.1 ആണ് വരിക. 6.1 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് 6.1 കിട്ടും ചെയ്യുമ്പോൾ. അത് മൈനസ് ചെയ്യുമ്പോൾ 8.9 എന്ന് കിട്ടും. 8.9 ആണ് കിട്ടുക നിങ്ങൾക്ക്. ഓക്കെ, കറക്റ്റ് അല്ലേ? 8.9 വോൾട്ട് എന്നാണ് കിട്ടുക സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നോക്കൂ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡർ ബൈസ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. R2 വരുന്ന വോൾട്ടേജ് ആണ് ഇവിടെ അപ്പിയർ. R2 വരുന്ന വോൾട്ടേജ് VCC ബൈ R1 പ്ലസ് R2 ഇൻറ്റു R2 ആണ്. 5 വോൾട്ട് ആണ്. മനസ്സിലായി? അപ്പോൾ സർക്യൂട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നതാണ്. ട്രാൻസിസ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IIT-JAMനും പിന്നീട് നെറ്റ് എക്സാം, നിങ്ങൾ MSc കഴിഞ്ഞിട്ട് എൻട്രൻസ് ചെയ്താണ്, നെറ്റ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ട്രാൻസിസ്റ്ററിൻ്റെ ബൈസിങ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതാണ് ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഇവിടെ ഒരു കാര്യം, IB എന്നുള്ളത് വെരി വെരി സ്മോളാണ് അസ്യൂം ചെയ്യുന്നുണ്ട്. IB ഈസ് നിയർലി 0. വളരെ ചെറുതാണ് ഞങ്ങൾക്ക്. അത് നമുക്ക് ബീറ്റ കാണുമ്പോൾ അറിയാം. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണോന്ന് അറിയില്ല. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മാർക്ക് കൊടുത്തിരുന്നു. IIT-JAMന് മാർക്സ് 2 all എന്നാണ് അതിൻ്റെ ആൻസർ കീഴിൽ എഴുതിയിരുന്നത്. ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കാം, ഇവിടെ IB നെഗ്ലക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് IC നമുക്ക് IB നെഗ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ? IB നെഗ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, നിയർലി 0 എടുക്കുന്നതുകൊണ്ടാണ് IEയും ICയും ഈക്വലായിട്ട് എടുക്കാൻ പറ്റുന്നത്. അത് മെൻഷൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മാർക്ക് കൊടുത്ത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത്. എല്ലാവർക്കും മാർക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.